വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ വീണ്ടും കത്തോലിക്ക സഭ. വനം വകുപ്പ് മൃഗാധിപത്യ സ്ഥാപകരായി മാറിയെന്ന് ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ KCBC ജാഗ്രതാ കമ്മീഷൻ വൈസ് ചെയർമാൻ ബിഷപ്പ് റെമിജിയൂസ് ഇഞ്ചനാനിയൽ വിമർശിച്ചു. വനം മന്ത്രിക്ക് സ്വന്തം വകുപ്പിൽ സ്വാധീനമില്ല. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാത്തവരെ ജനാധിപത്യ ഭരണകൂടമെന്ന് വിളിക്കാനാകില്ലെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. MK ഷുക്കൂർ വിവരങ്ങൾ നൽകും. ഷുക്കൂർ, കത്തോലിക്ക സഭ വീണ്ടും രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുകയാണ്. വനം വകുപ്പിനെതിരെ എന്താണ് പ്രധാനമായും ഉന്നയിക്കുന്ന വിമർശനങ്ങൾ? ദിവ്യ, തുടർച്ചയായി സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് ഈ വിഷയത്തിൽ കത്തോലിക്ക സഭ. ഇന്നിപ്പോൾ ദീപിക ദിനപത്രത്തിൽ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ എഴുതിയ ലേഖനം മൃഗാധിപത്യ സ്ഥാപകരോ വനം വകുപ്പ് എന്ന തലക്കെട്ടിലുള്ളതാണ്. ഇതിനകത്ത് വനം വകുപ്പിന് സർക്കാർ നിയമവിരുദ്ധമായ ചില പരിഗണനകൾ നൽകി നിയമവിരുദ്ധമായ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം. വനം വകുപ്പിന് നൽകുന്ന സൗകര്യങ്ങളെ കുറിച്ച് കൂടി അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വനം വകുപ്പ് വാങ്ങിക്കൂട്ടിയിട്ടുള്ള വാഹനങ്ങളുടെ വില മാത്രം 21 കോടിയിലധികം രൂപ വരും. മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനായി നിരത്തിൽ ഓടുന്നവയല്ല ഇതിൽ ബഹുഭൂരിപക്ഷം വാഹനങ്ങളും. കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനുപാതം താരതമ്യം ചെയ്യുമ്പോൾ മറ്റ് ഫോഴ്സുകളെക്കാൾ വളരെയേറെ ഉന്നത ഉദ്യോഗസ്ഥർ നിയമിക്കപ്പെട്ടിരുന്നു തുടങ്ങിയ വിമർശനങ്ങൾ അദ്ദേഹം ഇതിനകത്ത് പറയുന്നു. അതായത് വനം വകുപ്പിന് അർഹതയില്ലാത്ത സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം തന്നെ അവർ വന്യജീവികളുടെ സംരക്ഷണം എന്ന പേരിൽ മൃഗാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിരപ്പള്ളിയിൽ ഒരു കാട്ടാന ആക്രമിക്കപ്പെട്ടപ്പോഴേക്കും വനമന്ത്രിയും ഉദ്യോഗസ്ഥരും അവിടെ ഓടിയെത്തി. എന്നാൽ നിരവധി മനുഷ്യർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹം അടക്കമുള്ളവർ, ഈ സർക്കാരിലുള്ളവർ ഇത് പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. 1972 വന്യജീവി സംരക്ഷണ നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്ന വിമർശനം കൂടി ഈ ലേഖനം ഉന്നയിക്കുന്നുണ്ട്. ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. വനം വകുപ്പ് മൃഗാധിപത്യ സ്ഥാപകരായി എന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനമാണ് കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. വിവരങ്ങളാണ് MK ഷുക്കൂർ നൽകിയത്.